ഹായ് ഫ്രണ്ട്സ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാധിക അങ്ങോട്ടേക്ക് വരികയാണേ. വിജയലക്ഷ്മി അത് കണ്ടതും ഫോൺ കട്ട് ചെയ്തിട്ട് രാധികയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താ രാധികയെ ഈ വഴിയൊക്കെ? പിന്നിട്ട വഴികൾ ഞാൻ മറക്കാറില്ല എന്ന് പറയാൻ. എങ്കിൽ ഒരു മിനിറ്റ് കയറിയിരുന്ന് നമുക്ക് പഴയകാല ഓർമ്മകളൊക്കെ ആയതിറക്കാം എന്ന് പറയുമ്പോഴേക്കും നിന്റെ സൽക്കാരം സ്വീകരിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ, അതെനിക്കറിയാം. എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി വായ തുറക്കുന്നവർക്ക് എന്റെ സൽക്കാരം സ്വീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കറിയാന്ന് പറയണേ വിജയലക്ഷ്മി. മാധവേട്ടനെ ചതിച്ച ഭദ്രന്റെ മകളെ കൂട്ടുപിടിച്ച് നീ അറക്കലേക്ക് അയച്ചു. അവള് കാരണം എന്റെ മകൾ പോലും എനിക്കെതിരെ തിരിഞ്ഞു. അതൊന്നും പോരാഞ്ഞിട്ടാണോ നീ സത്യദാസിനെ എന്റെ വീട്ടിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? അയാൾ കാരണം എന്നെ അവിടുന്ന് പുറത്താക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ അതൊരിക്കലും നടക്കില്ല. അത് നിന്റെ മുഖത്ത് നോക്കി പറയാനാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, നീ എന്തിനായി ഇങ്ങനെ തിളയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനാണ് ഭാസ്കരനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് അയാൾ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ആ പറഞ്ഞു. ഭാസ്കരനോ? അതാരാ എന്ന് ചോദിക്കട്ടെ രാധിക. അയ്യോടാ, മാധവേട്ടന് പിന്നാലെ ഭാസ്കരനെയും നീ മറന്നോ? ആദ്യമായിട്ട് താലി കെട്ടിയ ഒരു മകനെ സമ്മാനിച്ച പുരുഷനെയൊക്കെ ഏതെങ്കിലും പെൺകുട്ടികൾ മറക്കുവോ? അങ്ങനെ ഒരു പെൺകുട്ടികളും മറന്നതായിട്ട് ഈ ചരിത്രത്തിലില്ല. ഇനി അങ്ങനെ മറക്കണമെങ്കിൽ തന്നെ വല്ല ഗുരുതരമായിട്ടുള്ള മെമ്മറി ലോസും വരണം. എന്റെ ഓർമ്മയിൽ നിനക്കതില്ല. ഇനി അങ്ങനെ ഉണ്ടോ രാധികെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാധിക അങ്ങ് പൊട്ടിത്തെറിക്കുകയാണേ. ഞാൻ സത്യദാസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നീ പറയുന്നത് ഏതോ ഒരു ഭാസ്കരനെ കുറിച്ചാണല്ലോ എന്ന് രാധിക പറയുമ്പോഴേക്കും വിജയലക്ഷ്മി പറയുന്നുണ്ട്, ഇപ്പോൾ അവിടെയുള്ള സത്യദാസ് നിന്റെ ഒരേ ഒരു നിയമപരമായിട്ടുള്ള ഭർത്താവാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം രാധികെ. അല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു ഭാസ്കരൻ എൻ്റെ ഭർത്താവല്ല. മാധവേട്ടനായ എൻ്റെ ഭർത്താവ് തെക്കേ തൊടിയിൽ എരിഞ്ഞടങ്ങിയ ചിതയിൽ കൊണ്ടിട്ടത് എൻ്റെ തലയാന്ന് പറയുമ്പോഴേക്കും നിർത്തടി നിന്റെ നാടകം. എൻ്റെ അടുത്ത് വേണ്ട നിന്റെ അഭിനയം. മാധവേട്ടൻ്റെ ചിതയിൽ എരിച്ചത് നിന്റെ താലിയാണെങ്കിൽ എൻ്റെ ജീവിതമാണ് കൊണ്ടെരിച്ചത്. മാധവേട്ടൻ നിന്റെ കഴുത്തിൽ കെട്ടിയ താലിക്ക് സ്വർണത്തിന്റെ വിലയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ മാധവേട്ടനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് പോയ നിന്റെ താലിക്കാണോടി വില എന്ന് ചോദിക്കാട്ടോ രാധിക. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു കാരണവും കൂടി കാണും. അതൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയാട്ടോ വിജയലക്ഷ്മി. മാധവേട്ടന്റെ ഭാര്യയാണ് ഞാൻ എന്ന കാര്യം ഞാൻ നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയട്ടോ രാധിക. ബോധ്യപ്പെടുത്തണം. ഈ നാട്ടുകാരുടെ മുൻപിൽ, നിന്റെ മക്കളുടെ മുൻപിൽ, ഇവിടെയുണ്ടല്ലോ നിയമ സംവിധാനം, അതിനു മുൻപിൽ ഒക്കെ നീ ബോധ്യപ്പെടുത്തണം. കാരണം ഇതുവരെ ഡിവോഴ്സ് കിട്ടാതെ നിയമപരമായിട്ടുള്ള കല്യാണം നടന്ന ഞാൻ ഇന്നും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുമ്പോൾ രാധിക അങ്ങ് ഞെട്ടാട്ടോ. മാധവേട്ടൻ നിനക്ക് കിട്ടിയ താലിയിൽ ഒരവകാശമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ സമൂഹം അതിനൊരു പേരിട്ട് വിളിക്കും. അതെന്റെ വായിൽ നിന്ന് വീഴാൻ എന്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല എന്ന് വിജയലക്ഷ്മി പറയാട്ടോ. മനസ്സിലായടി, അത് തന്നെയാണ് ഞാൻ. ആ അവകാശം വെച്ചിട്ട് എന്നെ 10-30 വർഷം ഇവിടെ നിന്ന് മാറ്റാൻ എനിക്ക് പറ്റിയില്ലേ? നിന്റെ മകനുണ്ടല്ലോ, നിന്നെ ഇതുവരെ അടുപ്പിച്ചില്ലല്ലോ, അതാണ് എൻ്റെ കഴിവ് എന്ന് രാധിക പറയുമ്പോൾ അവിടെ നിനക്ക് തെറ്റി. നീയൊന്നും പിടിച്ചെടുത്തതല്ല, ഞാനായിട്ട് നിനക്ക് ഒഴിഞ്ഞു തന്നതാണ് എൻ്റെ മകനടക്കം. എന്നിട്ട് എന്നേക്കുമായിട്ട് ഇവിടുന്ന് പോയവളാണ് ഞാൻ. നീ എല്ലാം പിടിച്ചടക്കി എന്ന് പറഞ്ഞിട്ടും ഞാൻ അവകാശം സ്ഥാപിക്കാൻ വന്നില്ലല്ലോ. അറക്കലിൽ പെണ്ണൊരുത്തി വന്ന് കയറി എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയാട്ടോ രാധികയോട്. നീ പറഞ്ഞതുപോലെ നിന്നെ തകർക്കാൻ, നിന്നെയും നിന്റെ കൂട്ടാളികളെയും തകർത്തേ ഞാൻ ഇവിടെ നിന്ന് പോകുകയുള്ളൂ രാധികെ. അറയ്ക്കലിൽ നിന്റെ സത്യദാസായിട്ട് ആൾമാറാട്ടം നടത്തുന്ന ഭാസ്കരൻ ഇങ്ങനെ തുടരുകയാണെങ്കിൽ നീ അധികം വൈകാതെ തന്നെ വിധവയാകും. നീ വിധവയായില്ലെങ്കിൽ ഞാൻ നിന്നെ വിധവയാക്കും എന്ന് പറഞ്ഞ് നിർത്താട്ടോ. എന്നിട്ട് വിജയലക്ഷ്മി അങ്ങ് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. രാധിക പുറത്തേക്കും.